ആരുടെ കൊണ്ടുമ്മ അറിയുന്നെല്ലാം കേൾക്കുന്നു. ഒരു പാട്ട് പാടിയാ അല്ലാ കോട മഴ പെയ്ത് വേഗം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ടൗൺ വരെ പോവാണ്. കുറച്ച് ആവശ്യമുണ്ട്. എന്താ ഹോസ്പിറ്റലിൽ പോകണം, പിന്നെ വേറെ പോകണ്ടുമ്മ മുനിസിപ്പാലിറ്റി പോകണം, അക്ഷയയിൽ പോകണം, പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. നമ്മൾ ആയിഷുണ്ട്, ഇവിടെ ആയിഷുണ്ട്, അജിലുണ്ട്, എല്ലാവരും കൂട്ടിയിട്ടുണ്ട്. പറ മാറിയെന്നെല്ലാം കേൾക്കുന്നു. നാവ് നീട്ടറ്. അസ്സലാമലൈക്കും. ആ അതാ എൻ്റെ അജിലും പറയുന്ന അസ്സലാമലൈക്കും. അജിലി അജിലി നടക്ക് പറ. അജിലി അജിലി പറ. അജിലി ആ സുന്ദരി മോളാപ്പ. ആയിഷ നമ്മളെവിടെ പോന്നേ? മട്ടന്നൂരിലാ. എന്തിനു പോന്നേ? പറ. തിന്നാൻ പോന്ന ഡ്രസ്സ് കാണിക്കാൻ പോന്നേ. ആയിഷ ഒരു പാട്ട് പാടിയാ മറ്റേ പാട്ട്. കൊതുകെ കൊതുകെ വീഡിയോ എടുക്കുന്നുണ്ട്. മഴ വരുന്ന വലിയ മഴ വരാനുള്ള എല്ലാ സാധ്യതയും പാറുന്നുണ്ട് തോന്നല മഴ. അല്ലാ കൊടി എടുത്തിട്ടില്ല. നല്ല കാര്യം. പക്ഷെ പറ. നല്ല മഴ വരുന്നുണ്ട്. കുട എടുത്തില്ല. കുട എടുക്കാനുള്ള മടി കൊണ്ട് എടുക്കായിട്ടാണ്. കുട ഇല്ലാത്തതുകൊണ്ടല്ല, കുട എടുക്കാനുള്ള മടി കൊണ്ട് എടുക്കാം. പിന്നെ കുട എടുത്തിട്ട് മഴ കഴിഞ്ഞാൽ പിന്നെ ആദ്യം നമ്മൾ തന്നെ പിടിക്കണ്ടേ. ആ മടി കൊണ്ടാണ് എടുക്കാത്തത്. അതാ മഴ പാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മളിവിടെ കയറി നിൽക്കും. നോക്കിയാൽ ഇവിടെ വീടൊന്നും ഇല്ല. കണ്ടു മഴ ഓടിക്കോ. ഓടലേ നടക്കൂ. മഴ പെയ്ത് വേഗം അടിപൊളിയായിട്ട് മഴ നനഞ്ഞിട്ടുണ്ട്. ഇത് ആയിഷുവിന്റെ തലയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുക്കുന്ന കേട്ടോ യൂട്യൂബിലിടാൻ. പിന്നെ ഇതാ ആയിഷ നല്ല നനഞ്ഞ് കുളിച്ചിട്ടുണ്ട്. ആയിഷ നോക്കിയാ മഴ ചോർന്ന് മഴ പോയി. നമ്മളെ തോട്ടിൽ ഫുള്ള് വെള്ളം നിറഞ്ഞല്ലേ അശോ? തോട് നോക്കിയാൽ വെള്ളം നിറഞ്ഞില്ലേ? ഫുള്ള് വെള്ളം നിറഞ്ഞു. ചെറിയൊരു തോടാണ്. അവിടെയൊക്കെ വെച്ച് മണ്ണ് പോലും ചെയ്യാൻ അവിടെ അങ്ങനെ കൊടിയൊന്നും എടുക്കണ്ട. മൈൻ നോക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല മഴ.
ദന്താശുപത്രിയിലേക്കാണ് ഈ പോകുന്നത്. ഐശ്വത ഇതിൻ്റെ മേളയിലാണ്, ഈ ഒരു പല്ലിൻ്റെ സൈഡിൽ. ഇതാ പല്ല് കാണിക്കാൻ വന്നിട്ടുണ്ട്. അയക്കാൻ പറ്റില്ല എനിക്കെൻ്റെ അച്ചി താത്താക്ക്. ഡോൺ ഷെയർ യുവർ ബ്രഷ്. പിന്നെ ഇവിടെ ഇങ്ങനെ ഇതിനാവശ്യമുള്ള കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഡോൺ ഷെയർ യുവർ ബ്രഷ് യുവർ ടീത്ത് അറ്റ് ലീസ്റ്റ് ട്വൈസ് എ ഡേ. അങ്ങനെ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഡോൺ സ്മോക്ക്, ഡോൺ ബ്രഷ് അഗ്രസീവ്ലി, ഡോൺ ഈറ്റ് സ്റ്റിക്കി ചൂയിങ് ആൻഡ് candies. Don't put your baby to bed with milk bottle. ഇതൊക്കെ നമ്മൾ പല്ലിന് കേടാകുന്ന ആ സംഭവങ്ങൾ ചെയ്യുന്ന സംഭവങ്ങളാണ് നമ്മൾ പല്ല് കേട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ പല്ലിൻ്റെ ഡോക്ടറെ അടുത്ത് പോയാൽ എന്താണെന്ന് വെച്ചാൽ അനിയത്തിക്ക് പല്ലിന് ക്ലിപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എന്താ പറയുക, ഓരോ മാസം കൂടുമ്പോൾ ചെക്ക് ചെയ്യാനും അങ്ങനെ ആവശ്യത്തിന് പോകണം. പിന്നെ ഡോക്ടർ രണ്ടാമത്തെ അടിയിലെ താഴത്തെ ഭാഗത്ത് പല്ലിന് ക്ലിപ്പ് ഇട്ടില്ല, മേലിൽ മാത്രം ഇട്ടു. അപ്പോൾ താഴേലും കൂടി ഇടണം. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു അതിപ്പോൾ ഇടണ്ട, കുറച്ച് ഒരു മാസം കൂടി കഴിഞ്ഞിട്ട് ഇട്ടാൽ മതി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് താഴേന്ന് ചായയൊക്കെ കുടിച്ച് നേരെ നമ്മൾ ത്രെഡ് ഹൗസിൽ പോയിട്ട് ആർട്ടിൻ്റെ ഒക്കെ സാധനങ്ങളുടെ ഷോപ്പായിരുന്നു. അവിടുന്ന് നമ്മൾ ഒരു ഗ്ലൂ വാങ്ങാണ്ടായിരുന്നു. അങ്ങനെ ഗ്ലൂ ഒക്കെ വാങ്ങി നേരെ ATM വന്നത്. അതിൻ്റെ ഇടയിൽ അക്ഷയയിൽ പോയി നമ്മൾ ATM വന്ന് ATM നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് നമ്മൾ നേരെ മൊബൈൽ ഷോപ്പിൽ പോവാണ്. മൊബൈൽ ഷോപ്പിൽ ശരിയാക്കാൻ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ ഉമ്മാനെ കൂട്ടാൻ വേണ്ടിയിട്ട് അക്ഷയയിലേക്കും പോയി. അവിടെ നിന്ന് നേരെ മൊബൈൽ ഷോപ്പിലേക്ക് പോവാം. അതിൻ്റെ ഇടയിൽ നല്ല ഉറക്കമുറങ്ങി. പക്ഷെ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് എണീച്ചിട്ടുണ്ടായിരുന്നു. ഉമ്മാൻ്റെ കൈമിൽ നിന്ന് എൻ്റെ കൈമിലേക്ക് വന്നപ്പോഴേ എണീച്ചു. ഉമ്മാൻ്റെ കൈമിൽ നിന്ന് എൻ്റെ കൈമിലേക്ക് വരുന്ന അവർക്ക് ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ ഉമ്മയാണ് കൂടുതൽ അടുപ്പം, എന്നെക്കാളും കൂടുതൽ ഉമ്മയായിരിക്കും ഇവർക്ക് കൂടുതൽ അടുപ്പുണ്ടാകുക. അങ്ങനെ അവൾ അതിൻ്റെ ഇടയിൽ ഉമ്മാൻ്റെ അടുത്ത് വന്നപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ എണീറ്റു. അങ്ങനെ കുറേ സമയം മൊബൈൽ ഷോപ്പിൽ പോയി. മൊബൈൽ ഷോപ്പിൽ അനിയത്തിൻ്റെ ഫോൺ ശരിയാക്കാണ്ടായിരുന്നു. അങ്ങനെ മൊബൈൽ ഷോപ്പിൽ കുറേ സമയം ഇരുന്നു, 1.5-2 മണിക്കൂറായിട്ട് ഇരുന്നു. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ മൊബൈൽ ഷോപ്പിൽ നിന്ന് മൊബൈലൊക്കെ ശരിയാക്കി. അപ്പോൾ തന്നെ ശരിയാക്കി കിട്ടി. ഡിസ്പ്ലേൻ്റെ ശരിയാക്കാനായിരുന്നു. അങ്ങനെ ഡിസ്പ്ലേ ഒക്കെ ശരിയാക്കി കിട്ടി. നേരെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോയുമായി വരാം. അതുവരെയും ബൈ.